ദീപക് നർമ്മണം ചേരുന്നു. ദീപക്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ പി ജയരാജൻ, കെ രാഗേഷ് അടക്കമുള്ളവർ അവിടെയുണ്ട്. പ്രവർത്തകർ അവിടെ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം വലിയ പ്രതിഷേധ പ്രകടനം നടക്കാനും പോകുന്നുണ്ട്. നിലവിൽ ഇന്ന് ഈ പറയുന്ന റെയ്ഡുകൾക്കപ്പുറത്തെ ഒരു നിയമ നടപടി അത് ഇഡി ലക്ഷ്യം വെക്കുന്നുണ്ടോ ദീപക്? ഇഡിയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് പ്രകാരം റെയ്ഡിലപ്പുറത്തേക്കുള്ള ഏതെങ്കിലും നടപടി, അതായത് ആ നടപടി എന്ന് പറഞ്ഞാൽ ഒന്ന് അറസ്റ്റാണ്, രണ്ടാമത്തെ കസ്റ്റഡിയാണ്. ഇത് രണ്ടും ഇ ഡിയുടെ അജണ്ടയിൽ ഇന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ 12 കേന്ദ്രങ്ങളിൽ 40-ലേറെ ഇ ഡി ഉദ്യോഗസ്ഥർ, അത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇത്രയും 3 സംസ്ഥാനത്തു നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നത്. കൊച്ചി യൂണിറ്റാണ്, ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഇത്രയും യൂണിറ്റുകൾ പങ്കെടുക്കുന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിയുമായി എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അതിൽ മനസ്സിലാക്കുന്നത് 3 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് സരൺ കർത്ത, അതുപോലെ വീണ വിജയൻ, അനിൽ ആനന്ദ പണിക്കർ കമ്പനിയുടെ CMRLന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. സരൺ കർത്ത മാനേജിംഗ് ഡയറക്ടറാണ്. ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ മകനാണ്. വീണ വിജയൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകളാണ്. ഈ 3 പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇ ഡി പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇ ഡിയുടെ നിലപാട് ചില രേഖകൾ കിട്ടാനുണ്ട്, ആ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ 12 കേന്ദ്രങ്ങൾ ഒരേ സമയത്ത് റെയ്ഡ് നടത്തുന്നത്. നിപുണ എന്ന് പറയുന്ന CMRLന്റെ അവരുടെ തന്നെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയെ കുറിച്ച് പറയുന്നത് അത് CMRL ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഓഫീസാണെന്നാണ്. അത്തരം കേന്ദ്രത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇ ഡിയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ ആദ്യം തന്നെ ശേഖരിച്ചിരുന്നു. അവരെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ഈ കോടതിയിൽ നിന്നും അനുകൂലമായ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഉടനെ തന്നെ അവർ റെയ്ഡിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ CPIM വളരെ കൃത്യമായി ഇത് രാഷ്ട്രീയ ആസൂത്രിതമായ ഒരാക്രമണമാണ്, ഇത് കേന്ദ്ര സ്പോൺസേഡ് ആക്രമണമാണ് എന്നുള്ളതാണ്. CPMന്റെ എല്ലാ നേതാക്കളും അല്പം മുൻപാണ് M മെഹബൂബ് റിയാസിന്റെ വീട്ടിലെത്തിയത്. അതിനു മുമ്പ് P ജയരാജൻ പിണറായി വിജയന്റെ വീട്ടിൽ, ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ MA ബേബി സംസാരിച്ചു. രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്ന് നേരത്തെ തന്നെ CPIM തീരുമാനിച്ചതാണ്. ഈ കേസിൽ അതേ നിലപാടുമായാണ് CPM രാഷ്ട്രീയമായി പോകുന്നത്. എന്നാൽ ഇ ഡി ആണെങ്കിൽ അന്വേഷണവുമായി ശാസ്ത്രീയമായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടിയാണ് അവർ റെയ്ഡ് തുടരുന്നത്. ഹാഷ്മി, കണ്ണൂരിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയാണ്. 6:30 തുടങ്ങിയതാണ്. 12 സ്ഥലങ്ങളിൽ 4 മണിക്കൂർ കഴിഞ്ഞും ആ റെയ്ഡ് അങ്ങനെ പുരോഗമിക്കുകയാണ്. പി ജയരാജൻ അടക്കം കെ രാഗേഷ് അടക്കം കണ്ണൂരിൽ പ്രതിഷേധമായി രംഗത്ത് വരുന്നു. വലിയ പ്രതിഷേധങ്ങൾ തീർക്കാൻ CPMന്റെ തീരുമാനം. അതേസമയം രേഖകൾ പിടിച്ചെടുക്കാനാണ് റെയ്ഡ് എന്ന് ഇ ഡി വിശദീകരിക്കുന്നു. വളരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.